അടുത്ത മാസം 11-ാം തീയതി നമ്മുടെ സമീപ പ്രദേശമായിട്ടുള്ള പെരിന്തൽമണ്ണയിൽ 6-ാം തീയതി മുതൽ ആരംഭിച്ച് 11-ാം തീയതിയോടുകൂടി അവസാനിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി ഈ നാട്ടുകാർക്കതിൻ്റെ സന്ദേശം എത്തിക്കുവാനും ഇവിടെയുള്ള മുഴുവൻ വിദ്യാർത്ഥിനികളെയും അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന പ്രസ്തുത സമ്മേളനത്തിലേക്ക് ഹാർദവുമായി ക്ഷണിക്കുവാനും വേണ്ടിയാണ് ഈ ഒരു വേളയിൽ നാം ഇവിടെ ഒത്തൊരുമിച്ചിട്ടുള്ളത്. ഇവിടെ പ്രമേയ അവതരണത്തിലും ആശംസ ഭാഷണങ്ങളിലുമെല്ലാം നാം ശ്രവിച്ചിട്ടുള്ള ഒരു ആശങ്ക, നമ്മുടെ നാട് മുമ്പ് കാലത്തുള്ളതിനേക്കാൾ അതിവേഗത്തിൽ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആ ഭീതിപ്പെടുത്തുന്ന, നന്മയാഗ്രഹിക്കുന്ന മനസ്സുകളെ നൊമ്പരപ്പെടുത്തുന്ന, രക്ഷിതാക്കളെയും ഉമ്മമാരെയുമെല്ലാം ഭയപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ മക്കളും ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണിതിനൊരു പരിഹാരം? പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞ് വേവലാതികൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പരിഹാരമല്ല. അതേ സമയത്ത് ഈ വഴിതെറ്റി സഞ്ചരിക്കുന്ന ലോകത്തിന് കൃത്യമായ പരിഹാരം ആവശ്യമുണ്ട്. ആ പരിഹാരം ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചാൽ നമുക്ക് കാണാവുന്നതേയുള്ളൂ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന് തുടങ്ങിയ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ അവതരിക്കാൻ തുടങ്ങിയതു മുതൽ ലോകത്തിന് പരിചിതമായ ഒരു ആദർശ വിപ്ലവമുണ്ട്. ആ വിപ്ലവത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് സകലമാന തോന്നിവാസങ്ങളുടെയും സംഗമ ഭൂമിയായിരുന്ന, ഏതു തരം തോന്നിവാസങ്ങൾ ഇനി അവിടെ ഇല്ല എന്ന് പരിശോധിക്കേണ്ടതായ, സർവ്വ തിന്മകളുടെയും കൂത്തരങ്ങായി മാറിയിരുന്ന, മദ്യവും മദിരാശിയും വ്യഭിചാരവും സകലമാന തിന്മകളും കൊടികുത്തി വാണിരുന്ന ആ മലകളാൽ ചുറ്റപ്പെട്ട മക്ക എന്ന് പറയുന്ന രാജ്യത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ഇന്ന് നമ്മൾ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെക്കാളൊക്കെ എത്രയോ മടങ്ങായിരുന്നു അവിടുത്തെ സാമൂഹിക തിന്മകളുടെ തോത് എന്നത് കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു നാട് മുഴുവൻ മദ്യപിച്ചിരുന്ന, അവിഹിത ബന്ധങ്ങളും വ്യഭിചാരങ്ങളും ഒരു തിന്മയായി കണക്കാക്കപ്പെടാതിരുന്ന, പലിശ എന്ന് പറയുന്ന സാമൂഹിക വിപത്ത് അതൊരു പ്രശ്നമായി കാണാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കാൽ നൂറ്റാണ്ട് പോലും തികയാത്ത ആദർശ വിപ്ലവത്തിലൂടെ ആ സമുദായത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചു. പിന്നീട് അവിടെ മദ്യമുണ്ടായിട്ടില്ല, അവിടെ പലിശ ഉണ്ടായിട്ടില്ല, അവിഹിതങ്ങൾ ഉണ്ടായിട്ടില്ല. ലോകത്തിന് സമാധാനത്തിന് ഭംഗം വരുത്തുന്ന, ലോകത്ത് അസ്വാരസ്യങ്ങൾ പടർത്തുന്ന തീവ്രവാദവും ഭീകരവാദവും അവിടെ ഉണ്ടായിട്ടില്ല. ഈ ഒരു വിപ്ലവത്തിലൂടെ തന്നെയാണ് ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ്. ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും മനുഷ്യന്മാർ പണ്ടത്തതിനേക്കാൾ
ദുഷിച്ച അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ലഹരി വർദ്ധിക്കുന്നു, വ്യഭിചാരങ്ങൾ വർദ്ധിക്കുന്നു. കൊലപാതകങ്ങൾ ഒരു 50 വർഷക്ക് മുമ്പുള്ള മലയാള പത്രം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. ഒരു ദിവസത്തിൽ എത്ര കൊലപാതകങ്ങൾ ഉണ്ടാകും? ആഴ്ചയിൽ ഒന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമായിക്കൊണ്ട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വാർത്തകളായി നമ്മളത് വായിച്ചിരുന്നു. ആഴ്ചയിൽ നടക്കുന്ന അല്ലെങ്കിൽ മാസത്തിലൊക്കെ നാട്ടിലൊരു കൊലപാതകം നടന്നാൽ. പക്ഷെ ഇന്ന് കൊലപാതകം എന്നുള്ളത് വാർത്തയെ അല്ലാതെയായി മാറിയിരിക്കുന്നു. ഒരു പെണ്ണിനെ അന്യായമായിക്കൊണ്ട് ആക്രമിക്കുക എന്നുള്ളത് വലിയ വാർത്തയായ ഒരു കാലഘട്ടം നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. ഇന്നത് പ്രശ്നമല്ല. ആത്മഹത്യ എന്നുള്ളത് അതിൻ്റെ തോതുകൾ വളരെ കുറഞ്ഞ അവസ്ഥയിലായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇന്ന് ചെറിയൊരു പ്രശ്നമുണ്ടെങ്കിൽ പോലും ചെറിയ കുഞ്ഞുങ്ങൾ പോലും മാനസികമായിക്കൊണ്ട് തളർന്ന് വീടിനുള്ളിലും അതുപോലെ തന്നെ വീടിൻ്റെ പുറത്തും റൂമുകളിലുമൊക്കെ കൊണ്ട് കെട്ടിത്തൂങ്ങി മരിക്കുകയാണ്. എന്താണ് സഹോദരന്മാരെ? അതുപോലെ തന്നെ ആളുകൾ പരസ്പരമുള്ള വിശ്വാസ്യത തകർന്നുകൊണ്ടിരിക്കുന്നു. മനസ്സറിഞ്ഞുകൊണ്ട് എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് പറയാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു സമൂഹത്തിൽ. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. ആരെയാണ് ചതിക്കുക എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. മാത്രമല്ല മാതാപിതാക്കൾ പോലും സ്വന്തം മക്കളുടെ വിഷയത്തിൽ അവിഹിതത്തിന് കൂട്ടുനിൽക്കുന്ന, ലോക ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ മനുഷ്യ സമൂഹത്തിൽ കേട്ടിട്ടില്ലാത്ത വിധം അരാജകത്വം മനുഷ്യ സമൂഹത്തിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നു. വിവാഹ ജീവിതത്തിനോട് ഒരുതരം വിമുഖത ആളുകളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുതിയ തലമുറക്ക് വിവാഹം വേണ്ട, വിവാഹേതര ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ലിവിങ് ടുഗദറായിട്ടും അതുപോലെ തന്നെ വേറെ വല്ല പേരുകളിലും അറിയപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്തമേൽക്കാൻ മടി കാണിച്ചുകൊണ്ട് വിവാഹത്തിൽ നിന്ന് വിമുഖരായി അവിഹിത ബന്ധങ്ങൾ അതൊരു പ്രശ്നമില്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. സഹോദരന്മാരെ, എന്തുകൊണ്ടാണിത്? മനുഷ്യന്മാർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പേര് മയ്യത്താണ്. ആ മയ്യത്ത് എപ്പോഴെടുത്തു? മയ്യത്ത് മറമാടിയോ, മയ്യത്ത് കുളിപ്പിച്ചോ, മയ്യത്ത് കൊണ്ടുപോയോ എന്നിങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പേര് മാറ്റപ്പെടും. ഈ ഭൂമിക്കടിയിലേക്ക്, ആരുടെ മണ്ണിലേക്ക് എൻ്റെ ഭൗതിക ശരീരം അതെത്ര സമ്പന്നനാണെങ്കിലും സൗന്ദര്യമുള്ളതാണെങ്കിലും തറവാടിത്തമുള്ളതാണെങ്കിലും ആർക്കും അവിടെ ഖബറിന് വിശാലതയിൽ എല്ലാവർക്കും ഒരേ ഖബറാണ്, ഒരേ പള്ളിസ്ഥാനിലാണ്, ഖബർസ്ഥാനിലാണ് മറമാടപ്പെടുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ ഈ ദുഷിച്ച അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്നിട്ടു. ജീവിതത്തിൻ്റെ ലക്ഷ്യം അവർ മനസ്സിലാക്കിയിട്ടില്ല. ഈ ഭൂമിയിൽ തന്നെയാണ് പരമാവധി ആസ്വദിക്കേണ്ടത്. ഒരു മനുഷ്യന് സാധ്യമാകുന്നതെല്ലാം ഈ ഭൂമിയിൽ ആസ്വദിച്ച് തീർക്കണം. അതിനപ്പുറത്തേക്ക് ഇനി ആസ്വാദനത്തിൻ്റെ ലോകമില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് മനുഷ്യന്മാർ ഇത്തരം തോന്നിവാസങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മരണാനന്തര ശേഷം എനിക്കെല്ലാ സൗകര്യങ്ങളോടും കൂടിയും എനിക്കെന്തും ആസ്വദിക്കാൻ പറ്റിയൊരു ലോകം എൻ്റെ റബ്ബ് എനിക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. അവിടെയാണ് എനിക്ക് ആസ്വദിക്കാനുള്ളത്. എനിക്ക് ഭൂമിയിൽ എന്തൊക്കെയാണോ അള്ളാഹു തടഞ്ഞു വച്ചിട്ടുള്ളത് അതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ അതിനെല്ലാം പകരമായി കൊണ്ട് പടച്ച റബ്ബ് എനിക്ക് നൽകാൻ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരുപാട് ആസ്വാദനങ്ങൾ എൻ്റെ റബ്ബ് എനിക്ക് ഒരുക്കി വച്ചിരിക്കുന്നു എന്ന ആ ബോധ്യം മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഇല്ലാതെയാകുമ്പോഴാണ് ഇത്തരം ദുഷിച്ച ചിന്തകളിലേക്ക് മനുഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖസസിൽ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയ വസീനതുഹ. ഇതാ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നൽകപ്പെട്ടിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ദുനിയാവിൻ്റെ ചരക്കുകളാണ്. ഇവിടെയുള്ള സൗന്ദര്യവും ഇവിടെയുള്ള എല്ലാ ആസ്വാദനങ്ങളും എല്ലാ കാര്യങ്ങളും അതെല്ലാം ദുനിയാവിൻ്റെ ആസ്വാദനങ്ങളും സീനത്തുകളുമാണ്.
എന്നാൽ വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ, അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന പരലോകമുണ്ടല്ലോ, സ്വർഗമുണ്ടല്ലോ, ആ പരലോകവും സ്വർഗവുമാണ് ഖൈറുൻ വഅബ്ഖാ, ഏറ്റവും ഖൈറായതും എന്നെന്നും നിലനിൽക്കുന്നതും ആ സ്വർഗമാണ്. ഈ ദുനിയാവൊക്കെ നശിച്ചു പോകും. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം ഈ ദുനിയാവിൻ്റെ നിങ്ങളെ വഞ്ചിക്കുന്ന ചരക്കുകൾ മാത്രമാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങളെന്താ ചിന്തിക്കാത്തത്? ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ഈ ദുനിയാവിനേക്കാളും ഏറ്റവും ഖൈറായത് പരലോകമാണെന്ന് പറയുന്നത് ആരാണ്? ഈ ദുനിയാവ് പടച്ചവനാ പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്കണം. ഒരു മനുഷ്യൻ ഒരു വസ്തു ഉണ്ടാക്കുന്നു, മറ്റൊരാൾ മറ്റൊരു വസ്തു ഉണ്ടാക്കുന്നു. ഈ മനുഷ്യൻ പറയുന്നു ഇതാണ് ഏറ്റവും നല്ലത്, മറ്റൊരു മനുഷ്യൻ പറയുന്നു അല്ല ഇതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ആരെ വിശ്വസിക്കും? നമുക്ക് ആ രണ്ട് വസ്തുവും അനുഭവിച്ചറിഞ്ഞെങ്കിലേ ഏതാണ് നല്ലത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെ വിഷയം അങ്ങനെയല്ല. ഈ ദുനിയാവിൽ നമുക്ക് ആസ്വദിക്കാൻ എന്തൊക്കെ ആസ്വാദനങ്ങളാണ് പടച്ചറബ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. നമ്മുടെ കൺകുളിർമയ്ക്ക് വേണ്ടി, നമ്മൾക്ക് ആസ്വദിക്കാൻ വേണ്ടി ശാരീരികവും മാനസികവുമായി എന്തൊക്കെ ആസ്വാദനങ്ങളാണ് പടച്ചറബ് ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ആ ഒരുക്കി വെച്ചിരിക്കുന്ന അതേ റബ്ബ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, മക്കളെ ഇതല്ല, മനുഷ്യന്മാരെ ഇതല്ല നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളത്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, ഈ ദുനിയാവ് കഴിഞ്ഞാലുള്ള പരലോകമുണ്ടല്ലോ, ആ പരലോകമാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളതും വഅബ്ഖാ, നിങ്ങൾക്ക് ഏറ്റവും അവശേഷിക്കുന്നതും ആ പരലോകമാകുന്നു. ഈ ദുനിയാവ് പടച്ചോൻ തന്നെയാണ് പറഞ്ഞത് ഇവിടെ അല്ല നല്ലത്, അവിടെയാണ് നല്ലത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ദുനിയാവിൻ്റെ ആസ്വാദനങ്ങൾ കാണുന്ന മനുഷ്യൻ അതിൽ മഞ്ഞളിച്ചു പോവുകയാണ്, പരലോകം മറന്ന് ജീവിക്കുകയാണ്. പാടില്ല സഹോദരന്മാരെ. കാരണം ഈ ദുനിയാവിൻ്റെ ഏതൊരു ആസ്വാദനങ്ങളും സൃഷ്ടിച്ച അതേ റബ്ബ് തന്നെയാണ് പറഞ്ഞത് വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. എന്തൊക്കെയാണ് അവിടെ സംവിധാനങ്ങൾ? വിശുദ്ധ ഖുർആൻ സൂറത്ത് സജ്ദയിൽ പറഞ്ഞു ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സിനും തന്നെ അറിയുകയില്ല, മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു മനുഷ്യനും അതറിയില്ല എന്തൊക്കെയാണ് സ്വർഗീയ അനുഭൂതികൾ, എന്താണ് പടച്ചറബ് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആസ്വാദനങ്ങൾ. ഒരു നഫ്സും അതറിഞ്ഞിട്ടില്ല. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുനിൻ, മനുഷ്യന്മാരുടെ കണ്ണുകൾ കുളിർക്കാൻ വേണ്ടി, മനുഷ്യന്മാരുടെ മനസ്സുകൾ കുളിരാകാൻ വേണ്ടി എന്തൊക്കെയാണ് പടച്ചറബ് നിന്റെ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സിനും അറിയുകയില്ല. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അത് വെറുതെ കിട്ടൂല സ്വർഗം. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അധ്വാനിച്ചതിൻ്റെ ഫലമായി അവർക്കൊരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തെ സംബന്ധിച്ച് ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ദുനിയാവ് കണ്ട് നമ്മൾ കണ്ണ് മഞ്ഞളിക്കാൻ പാടില്ല. ആ സ്വർഗത്തെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞു ഫീഹാ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ ചിന്തയിലും വന്നിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ കാതുകളും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ കണ്ണുകളും കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ആസ്വാദനങ്ങളായ അനുഭവങ്ങളാണ് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ ലഹരിയിലേക്ക് പോകുന്നത്? ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകും, മനുഷ്യന് മാനസികമായ സന്തോഷം ലഭിക്കാൻ വേണ്ടി. പക്ഷേ അതുകൊണ്ട് മാനസികമായ സന്തോഷം ലഭിക്കുന്നില്ല, അതിൽ വേറെ കാര്യം. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മദ്യത്തിലും മദിരാശിയിലും എല്ലാ തോന്നിവാസങ്ങളിലും മുങ്ങി ജീവിച്ചൊരു മനുഷ്യ സമൂഹത്തെ വെറും 23 വർഷം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തു. അവർക്ക് പിന്നെ മദ്യം വേണ്ട, ആ മാനസിക സന്തോഷത്തിന് അവർക്ക് മദ്യം ആവശ്യമായി വന്നിട്ടില്ല. അവർക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളും ടെൻഷനുകളും ഉണ്ടാകുമ്പോൾ അവർ മദ്യത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. എന്തുകൊണ്ട്? അതിനേക്കാൾ ആസ്വാദികരമായ മാനസിക സുഖത്തിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണം മനുഷ്യരെ, പടച്ചറബിനെ ഓർത്തുകൊണ്ടല്ലാതെ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുകയില്ല. മദ്യത്തിലും മദിരാശിയിലും അതുപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും പൊടിയിലും വലിയിലും കുടിയിലും
അതിലൊന്നും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകൂല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരു മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് തന്നെയും ഈ ലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച റബ്ബിനെ ഓർക്കുമ്പോഴാണ്. അതിലല്ലേ സമാധാനം. അതുകൊണ്ടാണ് മദ്യം ഉപയോഗിച്ച ആളുകൾക്ക് പിന്നെ മദ്യം വേണ്ട എന്ന് പറഞ്ഞത്. ലഹരിയിൽ മുങ്ങിക്കുളിച്ച് ജീവിച്ചിരുന്ന ആളുകൾക്ക് അവർ ലഹരി വേണ്ട എന്ന് പറഞ്ഞത്. ആ ലഹരി കാണുമ്പോൾക്ക് മാത്രമല്ല, അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ പോലും, അത്തരം വീപ്പകൾ പോലും പിന്നീട് അവർ ജീവിതത്തിൽ നിന്ന് പാടുപേക്ഷിച്ച്. എന്തുകൊണ്ടാണ്? അതിനേക്കാൾ വലിയ ആസ്വാദനങ്ങൾ, ആത്മീയമായ ആസ്വാദനങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവർക്ക് പകരം കൊടുത്തു. സഹോദരന്മാരെ, സ്വർഗമെന്നത് യാഥാർത്ഥ്യമാണ്. അതൊരു കേവലമായ ഏതെങ്കിലും ഉട്ടോപ്പിയൻ തിയറിയല്ല. അത് അനുഭവിക്കാൻ ഒരു മനുഷ്യന് ഭാഗ്യം ലഭിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാകാതിരിക്കുമ്പോഴാണ് ദുനിയാവിൻ്റെ ചെറിയ എന്തെങ്കിലും കാണുമ്പോഴേക്കും അപ്പുറത്തേക്ക് ചാടിപ്പോകുന്നത്, ചാടിക്കൊത്തുന്നു. പാടില്ല. ഈ ദുനിയാവ് നശിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാവരും നശിക്കും, അറിയാലോ. ഞാൻ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഒരു സഹോദരൻ്റെ, ഞങ്ങളുടെ മഹലിലുള്ള സഹോദരൻ, പെട്ടെന്ന് അദ്ദേഹത്തിന് ഇന്നലെ ജോലി സ്ഥലത്ത് പണിയെടുക്കുന്നതിനിടയിൽ വയറിങ്, നല്ല ആരോഗ്യമുള്ള 48 വയസ്സുള്ള നല്ലൊരു മധ്യവയസ്കൻ, നമ്മുടെ ആദർശ കൂട്ടായ്മയിൽ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജോലി സ്ഥലത്ത് വയറിങ് ചെയ്തുകൊണ്ട് താഴേക്ക് വീണു, തല ടേബിളിലടിച്ചു. ഇന്ന് അദ്ദേഹം മരണപ്പെട്ടു. അത് ജനാസ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് വരുന്നത്. മനുഷ്യൻ്റെ കാര്യത്രയുള്ളൂ. വീട്ടിൽ നിന്ന് സ്വന്തം മക്കളോട് ഞാൻ വൈകുന്നേരം വരാം, എന്തൊക്കെ വേണമെന്ന് പറയുമ്പോൾ, മീൻ വേണം, പച്ചക്കറി വേണം, പഴം വേണം, പാല് വേണമെന്നൊക്കെ ഭാര്യ പറഞ്ഞാൽ ആ പാലുമായിട്ടല്ല ചിലപ്പോൾ വരിക. ആ പാല് പോലെ വെളുത്ത മയ്യത്ത് തുണിയിലായിരിക്കും ആ ശരീരം ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരിക. ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണോ? സ്ത്രീകൾക്കും അത് ബാധകമാണ്. ഇത് നമ്മുടെ സ്ത്രീകളും, നേരത്തെ അവിടെ സൂചിപ്പിച്ചല്ലോ, മയക്കുമരുന്നിൽ പോലും നമ്മുടെ യുവതികൾ പോലും അല്ലെങ്കിൽ സ്ത്രീകൾ പോലും പിന്നിലല്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽ, ലഹരി ഉപയോഗിക്കുന്നതിൽ സ്ത്രീകളുടെ തോതും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെയധികം ഭീതിപ്പെടുത്തുന്നതും വളരെയധികം സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ വിശുദ്ധ റമദാനിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മനുഷ്യ മനസ്സുകളെ അടുപ്പിക്കാൻ വേണ്ടി പടച്ചെറുപ്പ് നൽകിയ സമ്മാനമായ ഈ വിശുദ്ധ റമദാനിന്റെ പകലുകളിൽ പോലും, രാത്രികളിൽ പോലും അവിഹിതങ്ങളെക്കുറിച്ച് ചിന്തിച്ച, ലഹരിയെക്കുറിച്ച് ചർച്ച ചെയ്ത, ലഹരി വിതരണം ചെയ്യാൻ വേണ്ടി വാഹനമെടുത്തു പോയ ആളുകൾ എത്രമാത്രമുണ്ട് സഹോദരന്മാർ. എന്തൊരു ദാരുണമായ അവസ്ഥയാണിത്. സഹോദരന്മാരെ, പരലോകം സത്യമാണ്. ഇതാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ഇതാണ് ലോകത്തിന് ഇസ്ലാമിന് പറയാനുള്ള ഏറ്റവും വലിയ സത്യം. മരണം സത്യമാണെങ്കിൽ ആ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നതും അതിനേക്കാൾ വലിയ സത്യമാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹി പിരിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് പോകുന്നതിൻ്റെ പേരാണ് ബർസഖ്. അതിനുശേഷം ജീവിതമുണ്ട്, ഹിസാബുണ്ട്, വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ആ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും അമഹനീയമായ സമ്മാനം എന്തെന്നറിയുമോ? ഈ പടച്ചറബിനെ നേർക്കുനേരെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരു മനുഷ്യന് കൺകുളിർക്ക് കാണാൻ അവസരം ലഭിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനേക്കാൾ വലിയൊരു ആസ്വാദനം സ്വർഗത്തിൽ പോലും ആ മനുഷ്യൻ അനുഭവിക്കുകയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പഠിപ്പിച്ചത്. പടച്ചറബിനെ കാണാൻ ലഭിക്കുന്ന സൗഭാഗ്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വുജൂഹുൻ യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്ന് പരലോകത്ത് ചില മുഖങ്ങളതാ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അന്ന് ചില മുഖങ്ങളതാ പ്രശോഭിതമാണ്. എന്താണ് ആ പ്രശോഭനത്തിന് കാരണമെന്നറിയുമോ? ഇലാ റബ്ബിഹാ നാദിറ. അവർ റബ്ബിലേക്കതാ നോക്കിക്കൊണ്ടിരിക്കുന്നു. പടച്ച റബ്ബിനെ കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനവർ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് അവിടെ മുഖത്തിൻ്റെ പ്രശോഭനമാകാൻ കാരണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളോട് ചോദിക്കും, ഈ സ്വർഗം ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലയോ? ഇനി വല്ല ആസ്വാദനങ്ങളും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അവർ പറയും, അൽഹംദുലില്ലാഹ്, പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് ഈ സ്വർഗം നൽകിയല്ലോ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്.
അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്തിൻ്റെ വഴി കാണിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ, ആ സ്വർഗത്തിൻ്റെ വഴി ഞങ്ങൾക്ക് നീ കാണിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ ആ സ്വർഗത്തിലേക്ക് ഞങ്ങൾ എത്തുമായിരുന്നില്ല പടച്ച റബ്ബേ. അതുകൊണ്ട് ഈ സ്വർഗം നീ ഞങ്ങൾക്ക് നൽകിയല്ലോ, അത് ഏറ്റവും വലിയ ആസ്വാദനം തന്നെയാണ്. അപ്പോഴതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പ്രകാശത്തിൻ്റെ മറകളതാ നീങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പടച്ച റബ്ബിനെ വിശ്വാസികൾ സ്വർഗത്തിൽ കാണുകയാണ്. ഇത് ദുനിയാവിലെന്നല്ല, സ്വർഗത്തിൽ പോലും ഒരു മനുഷ്യൻ ആസ്വദിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഇതൊക്കെ മറന്ന് ജീവിക്കുമ്പോഴാണ് ഇതൊന്നും ഉണ്ടാകൂല, അതൊക്കെ അവിടെ വരുമ്പോൾ കാണാം എന്ന് ചിന്തിക്കുമ്പോഴാണ് സഹോദരന്മാരെ വേണ്ടാത്തരങ്ങളിലേക്ക് മനുഷ്യന്മാർ പോകുന്നത്, അവിഹിതങ്ങളിലേക്ക് പോകുന്നത്. ഭർത്തൃമതികളായിട്ടുള്ള യുവതികൾ വരെ ഇന്ന് അന്യമതക്കാരോടൊപ്പം അതുപോലെ തന്നെ അന്യപുരുഷന്മാരോടൊപ്പം ചാടിപ്പോകാൻ നമ്മുടെ സമുദായത്തിലെ പെണ്ണുങ്ങൾക്ക് പോലും യാതൊരു ലജ്ജയുമില്ല, മടിയുമില്ല. എന്താ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു അന്യപുരുഷന്റെ കൂടെ കടപ്പറ പങ്കിടുമ്പോൾ ആ സ്ത്രീ എങ്ങാനും പടച്ച റബ്ബ് തിരിച്ചു വിളിച്ചാൽ അവരുടെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം നിന്നുപോയാൽ എന്തായിരിക്കും അവസ്ഥ? ചിന്തിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു തിന്മ ചെയ്യുമ്പോൾ, പടച്ച റബ്ബ് എന്നോട് വിലക്കിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ, പടച്ച റബ്ബ് എന്നോട് വിലക്കിയ കാര്യങ്ങൾ ഞാൻ ഏർപ്പെടുമ്പോൾ എൻ്റെ റൂഹൻ്റെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞാൽ എനിക്ക് പോകാനുള്ളത് സ്വർഗമല്ലല്ലോ, നരകമാണല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവന് എവിടെയാണ് സഹോദരന്മാരെ തിന്മ ചെയ്യാൻ കഴിയുക? അതിനൊക്കെ പുറമേ എന്നെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, എൻ്റെ കണ്ടനാടിയേക്കാൾ ഇനി എന്നോട് അടുത്തിരിക്കുന്ന എൻ്റെ പടച്ച റബ്ബ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ കട്ടുനോട്ടം പോലും അറിയുന്ന, ഒരു മനുഷ്യൻ്റെ ഹൃദയാന്തരങ്ങളിലുള്ളതിനെ മറച്ചു വെച്ചതാൽ പോലും അതുപോലും അറിയുന്ന എൻ്റെ റബ്ബ് രാപ്പകൽ വ്യത്യാസമില്ലാതെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വിശ്വാസം ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടായാൽ അവന് പിന്നെ തെറ്റ് ചെയ്യാൻ കഴിയോ? അവന് മൊബൈലിൽ അവിഹിതം കാണാൻ കഴിയോ? ഒരു അവിഹിതത്തിൻ്റെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും? രാത്രി സമയങ്ങളിൽ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് പോലും അന്യപുരുഷന്മാരോട് ചാറ്റ് ചെയ്യുന്നു, തൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് പോലും അന്യ സ്ത്രീകളോട് ചാറ്റ് ചെയ്യുന്നു, അവിടെ കൂടെ ഓടിപ്പോകുന്നു, ചാടിപ്പോകുന്നു. എന്താ കാരണം? നൈമിഷികമായ ആസ്വാദനങ്ങൾക്ക് വേണ്ടി. പക്ഷേ നൈമിഷികമായ ആസ്വാദനങ്ങൾക്കപ്പുറത്ത് ശാശ്വതമായ ആസ്വാദനത്തിൻ്റെ ഭവനത്തെ മനുഷ്യന്മാർ മറക്കുന്നു. എന്തൊക്കെയാണ്? പടച്ചർ പറഞ്ഞു, മസലുൽ ജന്നത്തില്ലത്തി വഅദൽ മുത്തഖൂൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗ്ഗത്തിന്റെ അവസ്ഥ എന്താണ്? ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിനിൻ, അതിലതാ ശുദ്ധമായ വെള്ളത്തിന്റെ പുഴകളുണ്ട്. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, ഒരിക്കലും അതിൻ്റെ രുചിഭേദം വരാത്ത പാലിൻ്റെ പുഴകൾ അവിടെയുണ്ട്. വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്ന ആളുകൾക്കൊരിക്കലും മത്തില്ലാത്ത ഏറെ ആസ്വാദകമുള്ള ഖംറിൻ്റെ പുഴകൾ അവിടെയുണ്ട്. വഅൻഹാറും മിൻ അസലിൻ മുസഫൻ, തേനിൻ്റെ അരുവികളുണ്ട്. വലഹും ഫിഹാ മിൻ കുല്ലി സമറാത്ത്, ലോകത്തുള്ള എന്തൊക്കെ ഫലവർഗ്ഗങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം മികച്ചതും അതിൻ്റെ പേര് മാത്രം സാദൃശ്യമുള്ളതുമായ എല്ലാ ഫലവർഗ്ഗങ്ങളും അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. വമഗ്ഫിറത്തും മിർ റബ്ബിഹിം, അതിന് പുറമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തും അവൻ ഒരുക്കി വെച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം അവൻ സ്വർഗത്തിൽ അവൻ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെ ആ പടച്ച റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരു മനുഷ്യൻ അവനാണോ നല്ലത്? അതല്ല കമൻ ഹുവ ഖാലിദുൻ ഫിന്നാർ, നരകത്തിൽ ശാശ്വതമായി തീയിൻ്റെ കുണ്ടാരത്തിൽ കടക്കുന്ന ഒരു മനുഷ്യനാണോ നല്ലത്? മനുഷ്യന്മാരെ ചിന്തിക്കൂ. ഈ ദുനിയാവിൻ്റെ നൈമിഷികമായ ആസ്വാദനങ്ങൾ കണ്ട് പരലോകം മറക്കരുത്. പരലോകമാണ് നിങ്ങൾക്ക് വലുത്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറയുന്നു, യുതാഫു അലൈഹിം ബിസിഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബിൻ വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അയ്യുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് സുഖ്റുഫിൽ പറയുന്നു, വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസു, ഒരു മനുഷ്യൻ്റെ നഫ്സുകൾ എന്തൊക്കെയാണോ കൊതിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ മനസ്സിന് എന്തൊക്കെയാണോ ആഗ്രഹിക്കാൻ സാധിക്കുക, എന്ത് ആഗ്രഹിച്ചാലും ആ സ്വർഗത്തിൽ പടച്ച റബ്ബ് അത് അവന് നൽകുന്നതാണ്. വതലദ്ദുൽ അയ്യുനു, ഒരു മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ആസ്വാദനമുണ്ടാക്കുന്ന
എന്തൊക്കെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആസ്വാദനങ്ങൾ അത് പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ദുനിയാവ് കണ്ട് നീ വഞ്ചിക്കല്ല മനുഷ്യ, ദുനിയാവ് കണ്ട് നീ വഞ്ചിതനാകല്ലേ. വഅൻതും ഫിഹാ ഖാലിദൂൻ, ആ ആസ്വാദനങ്ങളിൽ നിങ്ങൾ നിത്യവാസികളായിരിക്കും. ഇവിടുത്തെ ആസ്വാദനങ്ങൾ കുറച്ച് കഴിഞ്ഞ് അവസാനിക്കും. എത്ര വലിയ കോടിക്കണക്കിന് രൂപയുടെ കാർ വാങ്ങിയവനും 24 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ കുത്തിരിക്കുന്നുണ്ടോ? എത്ര വലിയ കോടിയുടെ വീടുണ്ടാക്കിയാലും അവൻ ദിവസം മുമ്പ് ആ വീട്ടിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അല്ലല്ലോ, കുറച്ച് കഴിഞ്ഞ പുറത്തിറങ്ങും. ആസ്വാദനങ്ങൾ നൈമിഷികമാണ്. ഏത് ആസ്വാദനങ്ങളാണെങ്കിലും, അത് ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും എന്താണെങ്കിലും ഒക്കെ നൈമിഷികമാണ്. പക്ഷെ നൈമിഷികമല്ലാത്ത ഖാലിദീന ഫീഹാ അബദാ, എന്നെന്നും മുറിഞ്ഞു പോകാത്ത, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത, ഒരിക്കലും അണഞ്ഞു പോകാത്ത ആസ്വാദനത്തിന്റെ ലോകമാണ് സ്വർഗം. ആ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ തിരുത്തിയത്. അതന്നെ ഇന്ന് നമുക്ക് പറയാനുള്ളൂ. ആളുകൾ പരലോകം മറന്നാ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും അവർക്കിന്ന് പരലോകത്തെ സംബന്ധിച്ച് ഓർമ്മയില്ല. എല്ലാ തിന്മകളുടെയും അപ്പോസ്തലന്മാരായിക്കൊണ്ടും അതുപോലെ തന്നെ പത്രങ്ങളിൽ ഇതിൻ്റെയൊക്കെ വലിയ വലിയ സ്ഥാനം പിടിച്ചുകൊണ്ടും നമ്മുടെ ആളുകൾ പോലും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. നഊദുബില്ലാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, മരണം സത്യമാണെങ്കിൽ പരലോകം സത്യമാണ്, പരലോകം സത്യമാണെങ്കിൽ സ്വർഗവും സത്യമാണ്, നരകവും സത്യമാണ്. ഒരു മനുഷ്യന് നമുക്കറിയാം, ഒരു തീപിടുത്തമുണ്ടായാൽ നമ്മളെന്താ ചെയ്യുക? നമ്മുടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടുത്തമുണ്ടായാൽ ആ തീ കത്തിക്കോട്ടെ എന്ന് വെച്ച് നമ്മളാരും കാറിൻ്റെ ഉള്ളിൽ ഇരിക്കില്ല. വേഗം എത്രയും പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഊരിക്കൊണ്ട് നമ്മൾ ആ കാറിൻ്റെ പുറത്തേക്ക് ചാടാൻ ശ്രമിക്കും. ഒരു കാർ എന്ന് പറഞ്ഞ് എത്രമാത്രം ചെറിയൊരു വാഹനമാണ്. ആ വാഹനം പോലും കത്തിയാൽ ഉണ്ടാകുന്ന തീയിൻ്റെ ചൂട് ആസ്വദിക്കാൻ പോലും അനുഭവിക്കാൻ പോലും ഒരു മനുഷ്യന് സാധ്യമല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നരകത്തിന്റെ വലിപ്പം എത്രയാണ്. പ്രവാചകനും സഹാബത്തും ഒരു ദിവസം ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അതാ ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു ഭീകരമായ ശബ്ദം കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കറിയുമോ എന്താണ് ആ ശബ്ദം? എന്താണ് നിങ്ങൾ കേട്ടിരിക്കുന്ന ശബ്ദം എന്ന് നിങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവും അവന്റെ പ്രവാചകനുമാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70 വർഷങ്ങൾക്ക് മുമ്പ് ആ നരകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടിരിക്കുന്ന ഒരു കല്ല് നരകത്തിന്റെ അടിയിൽ പതിച്ചതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. സഹോദരന്മാരെ, 70 വർഷക്കാലം ഒരു വലിയ കല്ല് സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം എത്രയാണ്? ഒരു മനുഷ്യനും ഒരു കാൽക്കുലേറ്റർ കൊണ്ടും കണക്കാക്കാൻ കഴിയൂലത്. അതിൻ്റെ ആഴമാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതിൻ്റെ വീതിയുമുണ്ട്, അതിൻ്റെ ഭീകരതയുണ്ട്. ഇതിൽ മനുഷ്യൻ താങ്ങാൻ കഴിയുമോ? ഒരു വിളക്കിൻ്റെ തീ പോലും നമ്മുടെ കയ്യിന് സഹിക്കാൻ കഴിയാത്തതാണെങ്കിൽ, ഒരു മനുഷ്യന് ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയാത്തതാണെങ്കിൽ നരകം എങ്ങനെയാണ് സഹോദരന്മാരെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുക? അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറുക്കും ഹാദിഹി അല്ലദീ തൂഖിദൂന ജുസ്ഉം മിൻ 70 ജുസ്അൻ മിനൻ നാരി ജഹന്നം. നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾ കത്തിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിൽ തീയുണ്ടല്ലോ, ആ തീ നരകത്തിന്റെ 70 ചില്ലാനം 70 ജുസിൽ ഒരു ജുസു മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൻ്റെ ഏറ്റവും വലിയ ചൂടുണ്ടല്ലോ, ആ ചൂടിൻ്റെ 69 ഇരട്ടി ചൂടായിരിക്കും. നഊദു ബില്ലാ. നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് അതിൻ്റെ ശിക്ഷയായി കൊണ്ട് കൊടുക്കുക. ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. ഇതൊക്കെ അവൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. തആമുഹും മിൻ ശജറത്തി സഖൂം വഹിയ ശജറത്തുൻ തഖ്റുജു മിൻ അസ്ലിൽ ജഹീം. വിശുദ്ധ ഖുർആൻ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ശജറത്തു സഖൂം എന്ന് പറഞ്ഞാൽ തഖ്റുജു മിൻ അസ്ലിൽ ജഹീം, നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുളച്ചു വരുന്നൊരു മോശമായ മരമാണ്. അതാണ് അവർക്ക് ഭക്ഷിക്കാനുണ്ടാവുക. മാത്രമല്ല, ഇന്നാ അഅതനാ ലിൽ കാഫിരീന സലാസില വഅലാലം വസഈറാ, ചങ്ങലകൾ ഉണ്ടാകും. അവിടെ ചങ്ങലകളിൽ ബന്ധിച്ച് ചെറിയ ചെറിയ പെട്ടികളിൽ ബന്ധിച്ചുകൊണ്ട് ആ മനുഷ്യനെ നരകത്തിലേക്കിട്ട് ശിക്ഷിക്കും. ഇതൊക്കെ സത്യമാണ് സഹോദരന്മാരെ, സത്യമാണ്. ഒരു സംശയം ആർക്കും വേണ്ട. ഇതെല്ലാം അനുഭവിക്കാൻ ഇരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇത് മറന്നു ജീവിക്കുമ്പോഴാണ് മനുഷ്യന്മാർ അരാജകത്വത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പരീക്ഷയിൽ തോറ്റു ടെൻഷനായി, എന്താ പരിഹാരം? കയറെടുത്ത് തൂങ്ങുക. കടം കുടുങ്ങി, കടക്കാർ ആളുകൾ പ്രയാസപ്പെടുത്താൻ തുടങ്ങി, എന്താ പരിഹാരം?
ഒരു ചങ്ങായി പരിഹാരം ചെയ്തിട്ടില്ലേ, വീട്ടിലെല്ലാവരും കൊല്ലുക, 5 ആളുകളും തലക്കടിച്ച് കൊല്ലുക. എന്നിട്ട് ഓൻ എലിവശം കുടിക്കുക. എലിവശം കുടിച്ചാൽ പരിഹാരമാകോ? ഇതാണോ പരിഹാരം? അതിന് പരിഹാരമുണ്ട്. ഈ ദുനിയാവിനെ സംബന്ധിച്ച് പഠിക്കണം. ദുനിയാവ് എന്താണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എന്തിനാണ് ഇവിടേക്ക് വന്നത്, എനിക്കെന്താണ് ഇവിടെ ചെയ്യാനുള്ളത്. ഉമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യന്മാരെയും ജിന്നുകളെയും നാം പടച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യത അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക. അള്ളാഹു നമ്മൾ പടച്ചതിനാണ്. അതുകൊണ്ട് ആ ഇബാദത്തിൽ ഇല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും. ഒരിക്കലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയൂല. അത് റബ്ബനാ ഖിർജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമലു. ഇത് നരകത്തിൽ വെച്ചുകൊണ്ട് മനുഷ്യന്മാർ പറയുന്ന വാചകമാണ്. പടച്ചോനെ, നരകത്തിന്റെ ഭയാനകത ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ, ഈ നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന്, ഈ നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് പടച്ച റബ്ബേ ഞങ്ങളെ നീ ഒന്ന് പുറത്താക്കി തരൂ പടച്ചോനെ. നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമലു. ഞങ്ങൾ ദുനിയാവിൽ വിട്ടേച്ചു പോയി ഒരുപാട് നന്മകളുണ്ട്. ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ അവസരം കിട്ടിയിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ പോയി ഒരുപാട് നന്മകളുണ്ട് പടച്ചോനെ. ആ നന്മകളൊക്കെ ചെയ്യാൻ ഒരു അവസരം കൂടി തരുമോ എന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ കെഞ്ചിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇതും യാഥാർത്ഥ്യമാണ്. അപ്പൊ നരകത്തിൽ കണ്ടറിയാത്തവൻ കൊണ്ടറിന്ന് പറയില്ലേ, നരകത്തിൽ കിടക്കുമ്പോൾ മനുഷ്യന്മാർക്ക് മനസ്സിലാകും ഇത് രക്ഷയല്ല. ഇനി ഒരു മടക്കമുണ്ടെങ്കിൽ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമലു, ഞങ്ങൾ ചെയ്യാൻ വിട്ടേച്ചു പോയിരിക്കുന്ന ഒരുപാട് നന്മകളുണ്ട്. ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല, റമദാനിൽ പോലും തറാവീസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. കച്ചവടത്തിൻ്റെ തിരക്കാണ്, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും തിരക്കാണ്, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ തിരക്കാണ്, അല്ലെങ്കിൽ കളികൾ കാണുന്ന തിരക്കാണ്, സിനിമ കാണുന്ന തിരക്കാണ്, അല്ലെങ്കിൽ ഷോപ്പിങ്ങിൻ്റെ തിരക്കാണ്. 5 നേരം നിസ്കരിക്കാൻ പോലും പള്ളിയിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. 5 നേരം വീട്ടിൽ നിന്ന് പോലും വക്ത് ജമാഅത്ത് പിന്നെ കൃത്യമായി നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊന്നും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പടച്ചോനെ, നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ പുറത്തേക്കാക്കി തന്നാൽ കുന്നാ നഅമലു സ്വാലിഹൻ, ഞങ്ങൾ സ്വാലിഹായ അമലുകൾ ചെയ്തു കൊള്ളാം പടച്ചോനെ. ഇത് നരകത്തിൽ കിടക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും, അള്ളാഹുവിനെ ധിക്കരിച്ച മുഴുവൻ മനുഷ്യന്മാരും പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സംശയമുണ്ട് നമുക്ക്? ഇതൊക്കെ ഹക്കല്ലേ? ഇതൊക്കെ സത്യമല്ലേ സഹോദരന്മാരെ? ഈ സത്യം മനസ്സിലാക്കണം. പരലോകത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. ദുനിയാവിൻ്റെ നശ്വരത മനസ്സിലാക്കണം. നമ്മൾ ദുനിയാവിൻ്റെ നശ്വരത, നിങ്ങളാരും ഞാൻ പറഞ്ഞല്ലോ, ഏത് കാര്യവും നമ്മുടെ ദുനിയാവിൽ എന്ത് നമ്മൾ ആസ്വദിക്കുകയാണെങ്കിലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കുറച്ച് ഇത് അവസാനിക്കും. ഇപ്പോൾ നമ്മൾ ഏറ്റവും നല്ല കണ്ടന്റുകളൊക്കെ ഉപയോഗിച്ച് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി നമ്മൾ, ആ ബിരിയാണി നമ്മൾ ആസ്വദിക്കാൻ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വായിൽ ആ ബിരിയാണി ഉണ്ടാകുന്ന സമയം മാത്രം. ഹലാസ്, അത്രേ ഉള്ളൂ. നമ്മുടെ വയലിലേക്ക് എത്തിയ പിന്നെ ബിരിയാണി രുചി നമുക്ക് അറിയുന്നുണ്ടോ? ആ നല്ല ബിരിയാണി ഞാനിത് ഇറക്കണില്ല വെച്ചാൽ ആരെങ്കിലും തൊള്ളേ വെക്കാറുണ്ടോ ബിരിയാണി? അത് താഴേക്ക് ഇറക്കി വിടല്ലേ? അപ്പം ആ ഒരു ചെറിയ ആസ്വാദനത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരുപാട് പണം ചെലവഴിക്കുന്നു, ഒരുപാട് അധ്വാനിക്കുന്നു. ശരി, വായിലുള്ള സമയത്തിൽ ടേസ്റ്റ് ഉള്ളൂ. നമ്മൾ അത്ര നല്ല ജ്യൂസ് ഉണ്ടാക്കിയാലും അത് വായിൽ നിൽക്കുമ്പോഴേ ടേസ്റ്റ് ഉള്ളൂ. അത് വായിലേക്ക് നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ടേസ്റ്റ് കഴിഞ്ഞു. ഇത് ദുനിയാവിൻ്റെ എല്ലാ ആസ്വാദനങ്ങൾക്കുമുള്ള രീതിയാണ്. ഒരു സമ്പത്ത് ഒരു മനുഷ്യന് കാലാകാലം ആസ്വദിക്കാൻ കഴിയുമോ? ഒരു മനുഷ്യൻ എത്ര സമ്പന്നനാണെങ്കിലും, നിങ്ങളാകെ രത്തൻ ടാറ്റ, അയാളുടെ സമ്പത്തിൻ്റെ ആസ്തിത്രം നമുക്കറിയാലോ. അയാളുടെ വസിയത്തുകൾ എന്തൊക്കെയായിരുന്നു? അയാൾക്കത് ആസ്വദിക്കാൻ ദുനിയാവിൽ കുറച്ചൊക്കെ ആസ്വദിച്ചു. പക്ഷെ അയാൾ മരിച്ചു കഴിഞ്ഞിട്ടും അയാളുടെ കോടാനുകോടി സമ്പത്ത് ദുനിയാവിൽ ബാക്കിയാണ്, ഇല്ലേ? ഒരു മനുഷ്യൻ മരിച്ചാൽ, ഇപ്പം ഞാനാണ്ട് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കീശയിലും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുമൊക്കെയുള്ള പൈസ അത് എൻ്റെതല്ല, അതിൻ്റെ അവകാശികൾ മാറിക്കഴിഞ്ഞു. ഇത്രയുള്ളൂ മനുഷ്യന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യ, നിങ്ങൾ സമുദ്രം കണ്ടിട്ടില്ലെങ്കിൽ നിന്റെ കയ്യിൻ്റെ ഒരു വിരൽ നീ സമുദ്രത്തിലേക്കൊന്ന് മുക്കൂ, എന്നിട്ട് നീ ആ വിരലൊന്ന് എടുത്തു നോക്കൂ. എന്നിട്ട് ആ വിരലിൽ എത്രമാത്രം വെള്ളം പതിഞ്ഞിട്ടുണ്ടോ, ആ പതിഞ്ഞ വെള്ളമാണ് ഈ ദുനിയാവെങ്കിൽ ആ പാരാവാരം പോലെ കിടക്കുന്നതാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പരലോകം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ സമുദ്രം കിട്ടാൻ, ആ സമുദ്രം
അവഗണിച്ചുകൊണ്ട് ഈ വിരലിൻ്റെ തുമ്പിലെ ഈ വെള്ളത്തുള്ളിക്ക് വേണ്ടിയാണ് മനുഷ്യന്മാർ കടിപിടികൂടിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം വലിയ ബുദ്ധിശൂന്യതയാണ് സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊലത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിൻ്റെ അടുക്കൽ ഈ ദുനിയാവ് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്രമാത്രം വില ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കൊതുക് എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്ത ജീവിയാണ്. നമ്മളെല്ലാം ആട്ടി അല്ലെങ്കിൽ തകരം കിട്ടിയാൽ കൊല്ലുന്ന ജീവിയാണ് കൊതുക്. ആ കൊതുക് പോകട്ടെ, ആ കൊതുകിൻ്റെ ചിറക് വല്ല ഖീമത്തുണ്ടോ? വല്ല പൈസയും കിട്ടുമോ? വല്ല മൂല്യമുണ്ടോ? ഇല്ല. ആ കൊതുകിൻ്റെ ചിറകിൻ്റെ മൂല്യമെങ്ങാനും നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവിന് പടച്ച റബ്ബിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരു മനുഷ്യനും ഒരു മുറുക്ക് വെള്ളം പോലും അള്ളാഹു ഭൂമിയിൽ കൊടുക്കുമായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ചു, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഭൂമിയിലുണ്ട്, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ ഭൂമിയിലുണ്ട്, പടച്ച റബ്ബിനെ ചീത്ത പറയുന്ന ആളുകൾ ഭൂമിയിലുണ്ട്, അള്ളാഹുവിനെ പരിഹസിക്കുന്ന ആളുകൾ ഭൂമിയിലുണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ചവിട്ടിയരച്ച് വളരെ അഹങ്കാരത്തോടുകൂടി ഭൂമിയിൽ നടക്കുന്ന ആളുകളില്ലേ, അവർക്കൊക്കെ അള്ളാഹു ദുനിയാവിൽ ആസ്വാദനങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ ദുനിയാവിന് വിലയില്ല. ആ വിലയില്ലാത്ത ദുനിയാവിനാണ് സഹോദരന്മാരെ നമ്മൾ കടിച്ചു പറിച്ച് നമ്മുടെ പരലോകം മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളെക്കാൾ വലിയ അപകടകാരികൾ മറ്റാരുമില്ല. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പരലോകത്തെ സംബന്ധിച്ചും അള്ളാഹുവിനെ സംബന്ധിച്ചും ആ പരലോകത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചും ദുനിയാവിൻ്റെ നശ്വരതയെ സംബന്ധിച്ചൊക്കെ നമ്മൾ ശരിക്കറിയണം. ഇതറിയാതിരിക്കുമ്പോഴാണ് മനുഷ്യന്മാർ ലഹരിയിലേക്ക് പോകുന്നു, അവിധങ്ങളിലേക്ക് പോകുന്നു, വ്യഭിചാരങ്ങളിലേക്ക് പോകുന്നു, കൊലപാതകങ്ങളിലേക്ക് പോകുന്നു, അവന് ഇഷ്ടമില്ലാത്തവരെല്ലാം കൊല്ലുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ചെറിയ കുട്ടികൾ പോലും കൊലക്കത്തിയുമായി കൊണ്ട് റോഡിലൂടെ നടക്കുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടില്ലേ? എത്രമാത്രം വലിയ ഭീകരമായ അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മാനിനെ കൊന്നാൽ അവന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല, പക്ഷെ ഒരു മനുഷ്യനെ കൊന്നാൽ 2 മാസം കഴിഞ്ഞ് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങും. ഇവിടെ മനുഷ്യന് വിലയില്ല. ഇവിടെ മനുഷ്യന്മാർക്കൊരു വിലയും നിലയും ഇല്ലാത്ത രൂപത്തിലേക്ക് നമ്മുടെ നാടിൻ്റെ നിയമങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കുരങ്ങനെ നിങ്ങൾ വെടിച്ചു നോക്കി, അല്ലെങ്കിൽ ഒരു കുരങ്ങനെ നിങ്ങൾ പിന്നെ വണ്ടി തട്ടി നിങ്ങൾ പോകുമ്പോൾ വണ്ടി എങ്ങനെ തട്ടി ഒരു കരങ്ങ ചത്തുപോയാൽ അതെങ്ങാനും വല്ല ഫോറസ്റ്റിൻ്റെ ഉപ്പ് കണ്ട നിങ്ങൾ കഥ കഴിഞ്ഞെന്നാൽ. അതേ സമയത്ത് നിങ്ങൾ മനഃപൂർവ്വമല്ലെങ്കിൽ പോലും ഒരു മനുഷ്യനെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഏറി എന്ന കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ജാമ്യത്തിൽ ഇറങ്ങാം. നിങ്ങളത് ഒരു ഇന്ത്യയിൽ അറിയപ്പെട്ട ഒരു സിനിമാ സ്റ്റാർ ഒരു മാൻ്റെ കേസിൽ കൂടിയും കഥ നിങ്ങൾക്ക് അറിയോ? എത്ര പൈസ സ്വാധീനമുള്ള ആളാണ്. പക്ഷെ അവരൊക്കെ ഇവിടെ 5ഉം 6ഉം 10ഉം 15ഉം ആളുകളെ നിരന്തരം കൊല്ലുകയും 56ഉം 58ഉം വെട്ടി മനുഷ്യന്മാരെ മറ്റേ എന്താ പറയുക, പയറരിയുന്നത് പോലെ അരിഞ്ഞിട്ടാലും ഒരു കുഴപ്പമില്ല. ഇത് വല്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് മനുഷ്യന്മാരെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ദീൻ ആണ് പരിഹാരം. അതാണ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. 11-ാം തീയതി 5-ാം തീയതി ഒരു എക്സിബിഷൻ ഉണ്ട്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ആ എക്സിബിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 6-ാം തീയതി മുതൽ 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ. അത് കഴിഞ്ഞ 11-ാം തീയതി സമാപന സമ്മേളനം. അതിൽ വിദ്യാർത്ഥികളാണ് വരേണ്ടത്. അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ എല്ലാവർക്കും പഠിക്കാൻ ആവശ്യമായ സംശയങ്ങൾ ദൂരീകരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള പരിപാടികൾ. ഇതാണ് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതല്ലാത്ത വേറൊരു പരിഹാരമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അമേരിക്കയിൽ മദ്യം നിരോധിച്ചു. എബ്രഹാം ലിങ്കൺ മദ്യം നിരോധിച്ചു. അതിൻ്റെ പിന്നിൽ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മദ്യനിരോധനം പിൻവലിക്കേണ്ടി വന്നു. കാരണം എന്താണ്? മനുഷ്യ മനസ്സുകളെ മാറ്റുന്നതിന് മുമ്പ് മദ്യശാപ്പുകൾ മാറ്റിയിട്ട് കാര്യമില്ല. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വന്നിട്ട് നിങ്ങളാദ്യം ലാ തശ്റബുൽ ഖംറ, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, തോന്നിവാസം ചെയ്യരുതെന്നല്ല. നിങ്ങളാദ്യം പടച്ചവനെ മനസ്സിലാക്കണം, അള്ളാഹുവിനെ അറിയണം, ഈ ദുനിയാവിൻ്റെ നശ്വരത മനസ്സിലാക്കണം, പരലോകത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കണം, തൗഹീദ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മദ്യാവശ്യമില്ല.
ഈ ലഹരി എന്ന് പറയുന്നത് സകലമാന തിന്മകളുടെയും ഉമ്മുൽ ഖബായിസ്, സകലമാന തിന്മകളുടെയും മാതാവ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മദ്യം എന്ന് പറയുമ്പോൾ അത് പൊടിയുണ്ട്, വലിയുണ്ട്, കുടിയുണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാം ഖംറാണ്. അത് വാസനയുള്ളതും വാസനയില്ലാത്തതും എല്ലാം അതിൽ പെടും. ഒരിക്കലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ തൊടുക പോലും ചെയ്യാൻ കഴിയാത്തതാണ്. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, കുല്ലു മുസ്കിരിൻ ഖംർ, ഒരു മനുഷ്യൻ ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഖംറാണ്. വകുല്ലു ഖംറിൻ ഹറാം, എല്ലാ ഖംറുകളും ഹറാമാണ്, ഉപയോഗിക്കാൻ പാടില്ല. ഒരുപാട് ദോഷവശങ്ങൾ. അതൊന്നും മതങ്ങൾ മാത്രമല്ല പറയുന്നത്. മതമില്ലാത്തവർ പോലും മദ്യത്തിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ദൂഷ്യഫലങ്ങളെ സംബന്ധിച്ചുമൊക്കെ പറയുന്നു. ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വയുഹർരിമു അലൈഹിമുൽ ഖബായിസ, എല്ലാ വൃത്തികേടുകളും അല്ലാഹു സുബ്ഹാനഹു വ നിങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട്. അതിലേറ്റവും മാരകം ഉമ്മുൽ ഖബായിസ്, മദ്യം, ലഹരി. എന്താ ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുക? പിന്നെ അവൻ തൻ്റെ ഭാര്യയേത് പെങ്ങളതും തിരിച്ചറിയാൻ കഴിയില്ല. തൻ്റെ ഭാര്യയെയും ഉമ്മയെയും അവൻ ഭോഗിക്കാൻ മടിക്കുകയില്ല. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. യഖഉ അലാ ഉമ്മിഹി, ഒരു മദ്യപിച്ച മനുഷ്യൻ തൻ്റെ മാതാവിനെ പോലും വ്യഭിചരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സ്വന്തം പിതാവിൽ നിന്ന് പോലും മക്കൾക്ക് ഗർഭമുണ്ടാകുന്നു. കാരണം പിതാവ് മദ്യലഹരിയിലാണ്. സ്വന്തം രക്തത്തിലും സ്വന്തം ബീജത്തിലും പിറന്ന പിഞ്ചു മക്കളെപ്പോലും തൻ്റെ കാമവികാരത്തിന് അടിമയാക്കുന്ന ഇത്രയും ദുഷിച്ചു നാറിയ മനുഷ്യന്മാരെ സമ്മാനിക്കുക മാത്രമാണ് ഈ ലഹരിക്ക് സാധിക്കുകയുള്ളൂ. ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ ലോകത്ത് ഏത് ലഹരിക്കാണ് സാധിക്കുക? അങ്ങനെയുണ്ടോ? മനുഷ്യനെ നന്നാക്കുന്ന ഒരു ലഹരി, മനുഷ്യനെ മനുഷ്യനാക്കുന്ന ലഹരി, മനുഷ്യനെ മൃഗമാക്കുന്ന ആ മൃഗത്തേക്കാൾ അധപ്പതിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ലഹരി എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസമുള്ളവരെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മനുഷ്യന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, കള്ളും ചൂതാട്ടവും അതുപോലെ തന്നെ നാട്ടക്കുറ്റികളും പ്രശ്നം വെക്കലുമെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ വഴികളാണെന്നല്ല പടച്ചറബ് പറഞ്ഞത്, അത് പിശാചിന്റെ കെണികളാണെന്നല്ല പടച്ചറബ് പറഞ്ഞത്. റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ തന്നെ ഏറ്റവും മോശമാണ് കേട്ടോ. പിശാചിന്റെ പ്രവർത്തനം തന്നെ മോശമാണ്. മുന്തിയ പ്രവർത്തനം ഒന്നും ചെയ്യൂല. പക്ഷെ പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മോശമായ പ്രവർത്തനമാണ് മദ്യം, ലഹരി. അതുകൊണ്ട് ഫജ്തനിബൂ, ആ മദ്യത്തെ നിങ്ങൾ ഒഴിവാക്കണം, ആ ലഹരിയെ നിങ്ങൾ വെടിയണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയിക്കാൻ സാധിക്കും. ദുനിയാവിലും വിജയിക്കാൻ സാധിക്കും, പരലോകത്തിലും വിജയിക്കാൻ സാധിക്കും. ലഹരി ഉപയോഗിച്ചുകൊണ്ടൊരു മനുഷ്യന് ഈ ലോകത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല. ആ ലഹരി ഒരിക്കലും അതിന് ഉപയുക്തമല്ല. അത് ഉപയോഗിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ നശിപ്പിക്കുക എന്നല്ലാതെ, ആ മനുഷ്യനെ മുച്ചൂടും നശിപ്പിക്കുക എന്നല്ലാതെ ലഹരി കൊണ്ട് ഒരു ഉപകാരവും മനുഷ്യന്മാരെ ലഭിക്കാനില്ല. അതുകൊണ്ടാണ് എല്ലാ മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ പാടില്ല എന്ന് പറയും. പക്ഷെ ഇവിടെ വൈരുദ്ധ്യം എന്താ വെച്ചാൽ, ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ ഇങ്ങനെ പറയുമ്പം മറ്റേ ഭാഗത്ത് കള്ളുഷാപ്പ് ഇങ്ങനെ തുറന്നു കൊടുക്കുക. അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വൈരുദ്ധ്യം. മനസ്സിലല്ലേ? നാരായണത്ത് പ്രാന്തൻ്റെ പണിയെടുക്കുക, വൈകുന്നേരം വരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കല്ല് കൊണ്ടുപോകുക, ഇതിൻ്റെ അവസാനം കൊണ്ട് എടുക്കുക, തിരിച്ച് പിന്നെ താഴോട്ടന്നെ ഉരുട്ടുക. ഓട്ടയുള്ള ബക്കറ്റിലേക്ക് വെള്ളം ഒഴിക്കുന്ന പോലെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പിന്നെ മദ്യത്തിനെതിരെയുള്ള ക്യാമ്പയിനിൽ പലതും. ആത്മാർത്ഥതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യം നിരോധിച്ചപ്പോൾ വരുമാനം നോക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ പലരും അന്ന് മദ്യക്കച്ചവടക്കാരായിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ. ജാബിറിന്റെ പണി പോകൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചോ? ഇന്നിപ്പോൾ മദ്യം നിരോധിക്കാൻ പലരും തടസ്സമായി പറയുന്നത് എന്താ? ഒരു ചെത്തു തൊഴിലാളികൾക്ക് ജോലി പോകും, അതുപോലെ തന്നെ യൂണിയൻകാർക്ക് ജോലി ഉണ്ടാകൂല, സർക്കാരിന് വരുമാനം ഉണ്ടാകൂല. ഇതൊക്കെയാണ്. ആത്മാർത്ഥതയില്ല. ആത്മാർത്ഥമായി കൊണ്ട് ഈ തിന്മയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പൊരുതിയാൽ മനുഷ്യന്മാരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അതൊരു ഉട്ടോപ്പിയല്ല,
അത് യാഥാർത്ഥ്യമായിരുന്നു, അത് ചരിത്രത്താളുകളിൽ സംഭവിച്ചതാണ്. അതൊരു കള്ളക്കഥയല്ല. ആ കഥ ഇനിയും ആവർത്തിക്കും. ചരിത്രത്തിൽ ആത്മാർത്ഥമായിക്കൊണ്ട് സമീപിച്ചാൽ മതി സഹോദരന്മാരെ. അതുകൊണ്ട് ഇന്ന് വിദ്യാർത്ഥികളിലും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളിലും കോളേജ് ക്യാമ്പസുകളിലും പടർന്നു പിടിച്ചിട്ടുള്ള ഈ സാമൂഹിക ദുരന്തത്തിനെതിരെ നമ്മൾ ഏകോപിച്ച് ഒന്നായി മുന്നേറണം. അങ്ങാടികളിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കല്യാണത്തിൻ്റെ സന്ദർഭങ്ങളിൽ പോലും അതിൻ്റെ വിതരണങ്ങൾ നടക്കുന്നു, കല്യാണ ചടങ്ങുകൾ വിതരണം നടക്കുന്നു, കല്യാണ സദസ്സുകൾ ഉപയോഗം നടക്കുന്നു, അതുപോലെ തന്നെ ആഘോഷ സന്ദർഭങ്ങളിൽ. ഇതൊന്നും പരിഹാരമില്ല. അതുകൊണ്ട് ഒരു മനുഷ്യന് ഒരു ലഹരിയിലേക്കും പോകേണ്ടതില്ല. പടച്ചോനെ മാത്രം വിളിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾക്ക് കീഴടങ്ങി ജീവിച്ചാൽ എല്ലാ ആസ്വാദനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലും അവന് കൊടുക്കും, പരലോകത്തും കൊടുക്കും. അള്ളാഹുവിനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ശരിക്കും ദുനിയാവും ആഖിറവും കിട്ടുള്ളൂ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞത് അള്ളാഹുവിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഹക്കാണ് ഇബാദത്ത്. ആ ഇബാദത്ത് പടച്ച റബ്ബല്ലാത്ത ഒരാളിലേക്ക് പോകാൻ പാടില്ല. യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 1-ാമതായിക്കൊണ്ട് പടച്ച റബ്ബ് വിളിക്കുന്ന വിളിയാണ് യാ അയ്യുഹന്നാസ്. ഓ വിശ്വാസികളെ എന്നല്ല, ഓ മക്കക്കാരെ മദീനക്കാരെ എന്നല്ല, ഓ മുസ്ലിമീങ്ങളെ എന്നല്ല. യാ അയ്യുഹന്നാസ്, ആദമിന്റെ പുത്രന്മാരായിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. ഏതാ നിങ്ങളുടെ റബ്ബ്? റബ്ബ് ഏതാണ്? ഒരു സംശയം വേണ്ട. അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാണ് അവൻ. അങ്ങനെ റബ്ബുണ്ടെങ്കിൽ അത് പടച്ച റബ്ബല്ലേ ഉള്ളൂ. മനുഷ്യന്മാരെ മുഴുവനും സൃഷ്ടിച്ച, മനുഷ്യ കുലത്തെ സൃഷ്ടിച്ച, മനുഷ്യന്മാർക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സംവിധാനിച്ചിരിക്കുന്ന ആ പടച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. പിന്നീട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും പടച്ച റബ്ബിനെ സമന്മാരുണ്ടാക്കാൻ പാടില്ല. അത് അമ്പിയാക്കന്മാരാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും സ്വാലിഹീങ്ങളാണെങ്കിലും സിദ്ദീഖീങ്ങളാണെങ്കിലും ആരാണെങ്കിലും ശരി. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന് സമന്മാരെ ഉണ്ടാക്കരുത് കേട്ടോ. ഇതാണ് ഇസ്ലാമിന് പറയാനുള്ള ഏറ്റവും വലിയ പരിഹാരമാർഗം. ഈ പരിഹാരത്തിലേക്ക് നമ്മൾ വന്നാൽ, ഈ തൗഹീദിലേക്കും സുന്നത്തിലേക്കും വന്നാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച് കാണിച്ച ആ ശരിയായ വെളിച്ചത്തിൻ്റെ പാതയിലേക്ക് വന്നാൽ സഹോദരന്മാരെ, നാട്ടിൽ സമാധാനം ഉണ്ടാകും, നാട്ടിൽ അരാജകത്വങ്ങൾ ഇല്ലാതെയാകും. ദുനിയാവിൻ്റെ നശ്വരത നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, പരലോകത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, പടച്ച റബ്ബിനെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ആരാ സഹോദരന്മാരെ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ പടച്ച റബ്ബിൻ്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആയത്തിൽ കുർസി മാത്രം ഓതിയാൽ മതി. ആയത്തിൽ കുർസി മാത്രം ഓതിയാൽ മതി. അള്ളാഹു ആരാന്ന് മനസ്സിലാകും. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു അൽ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ പടച്ച റബ്ബിന് ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കമില്ല, മയക്കമില്ല. അതുകൊണ്ട് പടച്ച റബ്ബിനോട് ഇപ്പം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. ഏത് സമയത്തും ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഒരു മനുഷ്യന് ബാധിക്കുന്ന ഉറക്കമോ മയക്കമോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ബാധിക്കുന്നില്ല. ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം പടച്ച റബ്ബിൻ്റെതാകുന്നു. നമുക്കുള്ളത് എന്താ? നമ്മുടെ ആദായത്തിലുള്ളതാണ് അല്ലേ? എത്ര ഉണ്ടാവും? 5 സെൻറ്റ്, 3 സെൻറ്റ്, 5 സെൻറ്റ്, 10 സെൻറ്റ്, 1 ഏക്കർ, 2 ഏക്കർ. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശങ്ങളിലും വാനങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം പടച്ച റബ്ബിൻ്റെതാകുന്നു. ഇത് പറയാൻ പടച്ച റബ്ബിനല്ലേ സാധിക്കൂ സഹോദരന്മാരെ? ആ പടച്ച റബ്ബിനെയാണ് നിങ്ങൾ വിളിക്കേണ്ടത്, ആ പടച്ച റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആ ആരാധനയിൽ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനെ വിളിച്ച് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. അതിലൂടെയാണ് സഹോദരന്മാരെ ഒരു മനുഷ്യന് വിജയിക്കാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക, റസൂലുള്ളാഹിനെ പറ്റി പഠിക്കുക, ഇസ്ലാമിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിക്കുക. ഈ ദുനിയാവിൻ്റെ നശ്വരതയെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരാകാം. ഇവിടെയുള്ള എന്ത് ആസ്വാദനങ്ങളുണ്ടെങ്കിലും അതെല്ലാം നൈമിഷികമാണ്.
പരലോകമാണ് ബാക്കിയാകുന്നത്, സ്വർഗമാണ് ബാക്കിയാകുന്നത്. അവിടെയാണ് മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ളത്. അതുകൊണ്ട് നരകത്തിന് രക്ഷപ്പെടണം. ഇതാണ് നമ്മുടെ ചിന്തയുണ്ടാകേണ്ടത്. ആ ഒരു ചിന്തയും ഈ ഒരു സന്ദേശവും നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ 11-ാം തീയതി പെരിന്തൽമണ്ണയിലേക്ക് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥിനികളെയും വിളിച്ചു കൂട്ടാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ മക്കരപ്പറമ്പിലുള്ള മുഴുവൻ സഹോദരന്മാരും അവിടെ വിദ്യാർത്ഥികളെയും അവിടെ മക്കളെയും അവിടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഹൈസ്കൂൾ തലം മുതൽക്കുള്ള കുട്ടികളെ അവിടേക്ക് പറഞ്ഞയച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ മക്കളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുന്ന ആ ഒരു മഹാസമ്മേളനത്തിലേക്ക് പങ്കെടുപ്പിക്കണം എന്നൊരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഭാഗ്യം നൽകിയ മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മുടെ രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ, കടബാധ്യത മൂലം പ്രയാസപ്പെടുന്നവർ, അള്ളാഹു എന്നിവർക്കെല്ലാ പ്രയാസങ്ങളും നീക്കി അവർക്ക് നീ ശിഫയും ആഫിയത്തും നിഅമത്തും നൽകി അനുഗ്രഹിക്കണം പടച്ചോനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ നല്ലവരായ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഉസ്താദുമാർ, അള്ളാഹുവെ നീ അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളെയും അവരെയും അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം. രോഗങ്ങൾ കൊണ്ട് പടച്ചറബ്ബേ ഞങ്ങൾ നീ പരീക്ഷിക്കരുത്. ലഹരിയിൽ നിന്നും അതുപോലെ തന്നെ തോന്നിവാസങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ നാടിനെയും ഈ സമൂഹത്തെയും അള്ളാഹു നീ കാത്തുരക്ഷിക്കണം. ഒരു പ്രയാസവുമില്ലാതെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന ഒരു നാടായിക്കൊണ്ട് ഈ നാടിനെ മാറ്റണം. ശത്രുക്കൾ പല കണികളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ കുതന്ത്രങ്ങളെല്ലാം പടച്ചറബ്ബേ നീ പരാജയപ്പെടുത്തണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.